ഹലോ അസ്സലാമു അലൈക്കും എല്ലാവർക്കും സിംപ്ലി കളിയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വളരെ സിമ്പിളായിട്ട് സാധാരണ ഒരു സ്റ്റീൽ പാത്രത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ബർത്ത്ഡേ കേക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഈ ഒരു ബർത്ത്ഡേ കേക്കിന് മുട്ടയോ ഓവനോ ബീറ്ററോ ഒന്നും തന്നെ വേണ്ട, ക്രീം പോലും വേണ്ട. ക്രീം നമ്മൾ വീട്ടിലാണ് മിക്സിയിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങളുടെ റൈറ്റ് സൈഡിൽ ഇതുപോലൊരു സബ്സ്ക്രിപ്ഷൻ ബട്ടൺ ഉണ്ടാവും, അതൊന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞ് ബെല്ലൈക്കൻ വരും, അതും പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു ബർത്ത്ഡേ കേക്കിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമുക്കൊരു 1/4 കപ്പ് പാലെടുക്കുക. അപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് തണുത്ത പാലെടുക്കരുത്, പുറത്ത് വെച്ച് തണുപ്പ് മാറിയ പാലെടുക്കുക. ഇനി ഇതിലോട്ട് പകുതി നാരങ്ങയുടെ നീര്, ഒരു അത്യാവശ്യം മീഡിയം സൈസുള്ള നാരങ്ങയുടെ പകുതി നാരങ്ങ നീര്. ഇനി ഇതിലോട്ട് പൊടിച്ച പഞ്ചസാര ഒരു 1/2 കപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പൊടിക്കാത്ത പഞ്ചസാരയല്ല, പൊടിച്ച പഞ്ചസാര 1/2 കപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ടൊരു 1/4 കപ്പ് വെജിറ്റബിൾ ഓയിലാണ്, സൺഫ്ലവർ ഓയിൽ നിങ്ങൾക്ക് ഉപയോഗിച്ച് കൊടുക്കാം. ഇനി ഇത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റ് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു നാരങ്ങാനീരും പാലും എണ്ണയൊക്കെ നന്നായിട്ടൊന്ന് മിക്സായി കിട്ടും. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് നേരിട്ട് തന്നെ മാവ് അരിച്ച് ചേർത്ത് കൊടുക്കാം, അതായത് ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ച് ചേർത്ത് കൊടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്തിട്ട് ഒന്ന് അരിച്ചെടുക്കാം. പിന്നെ ഈ ഒരു കേക്കിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. അതായത് ഏകദേശം ഒരു 8-9 മിനിറ്റ് മാത്രം മതി, വളരെ പെട്ടെന്ന് കുക്കാവുന്ന നല്ല ഈസി ആയിട്ടുള്ള ഒരു കേക്കാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി, ഒരുപാട് അങ്ങോട്ട് മിക്സ് ചെയ്യരുത്. ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് അത്യാവശ്യം കട്ടിയാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ ചെറു ചൂടുള്ള വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. ഇവിടെ അത്യാവശ്യം എനിക്ക് കട്ടിയായിട്ട് തോന്നിയതുകൊണ്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്, ചെറിയ ചൂടുള്ള വെള്ളം. ഇനി അതിന് പകരം 1 ടേബിൾ സ്പൂൺ പാല് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ബാറ്റർ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കിട്ടേണ്ടത്. ഇനി നമ്മൾ ഈ ഒരു കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വീട്ടിലുള്ള സാധാരണ ഒരു സ്റ്റീൽ പാത്രത്തിലാണ്, നമ്മൾ ഫുഡൊക്കെ കഴിക്കുന്ന സാധാരണ ഒരു സ്റ്റീൽ പാത്രമാണ്. അപ്പോൾ ഇത് ഏത് മോഡലുള്ളത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഇതിൽ നമുക്ക് ജസ്റ്റ് ഇതുപോലെ ഒന്ന് എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം, ആ ഒരു കേക്ക് പെട്ടെന്ന് വിട്ട് കിട്ടാനായിട്ട്. ഇനി നമ്മൾ മിക്സ് ചെയ്ത് വെച്ച ആ മാവിൻ്റെ പകുതി അളവിലുള്ള മാവ് ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഇത് ഓരോ ഭാഗത്തും ഇങ്ങനെ പൊങ്ങി വരും. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് കുലുക്കി കൊടുത്താൽ മതി, അപ്പോൾ നല്ല ലെവലാവും. ഇനി നമുക്കൊന്ന് തട്ടി കൊടുക്കാം, അതായത് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോഴത്തേക്ക് എയർ ബബിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് മാറിക്കിട്ടും. ഇനി നമുക്ക് നേരെ തന്നെ ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. ഒരുപാട് സമയമൊന്നും മിക്സ് ചെയ്തിട്ട് പുറത്ത് വെക്കരുത്. അപ്പോൾ ബേക്ക് ചെയ്യാനൊരു സോസ് പാൻ ഞാൻ നന്നായിട്ട് ചൂടാക്കിയിട്ട് ഒരു തട്ട് വെച്ച് ചൂടാക്കി കൊടുത്തിട്ടുണ്ട്. 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ പ്രീ ഹീറ്റ് ചെയ്തതാണ്. ഇനി നമുക്ക് ഈ പ്ലേറ്റ് വെച്ച് കൊടുത്തിട്ട് കറക്റ്റ് ഒരു 8 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുത്താൽ കറക്റ്റായിട്ട് തന്നെ കേക്ക് അടിപൊളിയായിട്ട് കിട്ടും. ഇപ്പോൾ ഒരു 8 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല പെർഫെക്റ്റായിട്ട് കുക്കായിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒരു ഫോർക്ക് വെച്ചിട്ട് ചെക്ക് ചെയ്യുന്നുണ്ട്, ഒട്ടും തന്നെ മാവൊന്നും ഒട്ടിപ്പിടിച്ചിട്ടില്ല, അതായത് നന്നായിട്ട് കുക്കായി. ഈ സൈഡൊക്കെ നന്നായിട്ട് ഇളകി വന്നിട്ടുണ്ട്. ഇനി ഒരു 5 മിനിറ്റ് പുറത്ത് വെച്ചതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒന്ന് കമിഴ്ത്തി കൊടുത്താൽ മതി, കേക്ക് ഇങ്ങനെ ഇളകി പോരും. കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലേ, ഒട്ടും തന്നെ അടുക്കി പിടിച്ചിട്ടില്ല, നല്ല പെർഫെക്റ്റായിട്ട് തന്നെ ഈ ഒരു കേക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു കേക്കിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ എനിക്ക് തോന്നിയത്, നമ്മളിപ്പോൾ സാധാരണ ഒരു അത്യാവശ്യം കട്ടിയുള്ള കേക്ക് ചെയ്യുമ്പോൾ ലെയർ ചെയ്യുമ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുക്കണം. ഇപ്പം ഈ ഒരു കേക്കിന് ആ ഒരു പ്രശ്നമില്ല, കറക്റ്റ് എല്ലായിടത്തും ഒരേ ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തതുപോലെ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു കേക്കാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഒരു ലെയറേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ബാക്കിയുള്ള മാവും കൂടെ ഞാൻ ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ട് 8 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കുന്നു. നമ്മൾ നേരത്തെ ചെയ്ത അതേ രീതിയിൽ തന്നെ ഈ ഒരു സ്റ്റെപ്പും കൂടെ ചെയ്ത് അടുത്ത ഒരു സെറ്റ് കേക്കും കൂടെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ വേണമെങ്കിലും നമ്മളിപ്പോൾ 3 ലെയറിൽ വേണമെങ്കിലും ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ 2 ലെയർ മാത്രമേ എടുക്കുന്നുള്ളൂ. പിന്നെ ഇതിന് ഞാൻ ഫ്രോസ്റ്റ് ചെയ്യാൻ എടുക്കുന്ന ക്രീം എന്ന് പറഞ്ഞാൽ നമ്മൾ മുന്നേ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ അരിപ്പൊടിയും ബട്ടറും വെച്ചിട്ട് ബീറ്ററിലാണ് നമ്മൾ ഈ ഒരു വിപ്പിംഗ് ക്രീം ചെയ്തെടുത്തത്. അപ്പോൾ അതിൽ ഒരുപാട് റിക്വസ്റ്റ് ഉണ്ടായിരുന്നു മിക്സിയിൽ ചെയ്ത് കാണിക്കുമെന്ന്. മിക്സിയിൽ ചെയ്താലും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. പിന്നെ ഇതിൻ്റെ വീഡിയോ വേണം എന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇതിൻ്റെ വീഡിയോ ചെയ്യാം. ഇതിൽ ഞാൻ അതിൽ ബട്ടറാണ് ചേർത്തത്, ഇതിൽ നെയ്യും അരിപ്പൊടിയാണ് ചേർത്തത്. പിന്നെ ബീറ്റർ ഇല്ലാതെ മിക്സിയിലാണ് ചെയ്തെടുത്തത്. ബാക്കി എല്ലാ സെയിം മെത്തേഡിൽ തന്നെയാണ് ചെയ്തത്, അതുകൊണ്ടാണ് ഇത് വീഡിയോ കാണിക്കാത്തത്. അതായത് ഈ വീഡിയോയുടെ ലെങ്ത്ത് കൂടി പോകും. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ ഇതിൻ്റെ വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇടാം.
അപ്പോൾ ഇനി നമുക്ക് കേക്ക് ഫ്രോസ്റ്റ് ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഫസ്റ്റ് ലെയർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കുക. അതായത് 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയിൽ 8 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് നന്നായിട്ട് തിളപ്പിച്ച് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതാണ്. അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ പുറത്തോട്ട് നമുക്ക് ആവശ്യമുള്ള അളവിൽ തന്നെ ക്രീം ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഒരുപാട് ക്രീം സെൻറ്ററിൽ, അതായത് കേക്കിൻ്റെ നടുഭാഗത്തായിട്ട് ഇട്ട് കൊടുക്കാറില്ല. അപ്പം ഒരുപാടങ്ങ് കഴിക്കാൻ പറ്റില്ലല്ലോ കേക്ക്. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ക്രീമാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ ആ രീതിയിൽ തന്നെ നല്ല കട്ടിക്ക് ക്രീം ചെയ്ത് കൊടുക്കാം. ഇല്ല വളരെ ലൈറ്റായിട്ട് കഴിക്കാനാണ് താല്പര്യമെങ്കിൽ ഒരു ചെറിയൊരു ലെയർ മാത്രം കൊടുത്താൽ മതി. അപ്പോൾ ഇതിൻ്റെ പുറത്തോട്ട് അടുത്ത ലെയർ കേക്കും കൂടെ വെച്ചിട്ട് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുത്തിട്ട് ക്രീം ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ക്രീമെല്ലാം ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റ് ഫ്രീസറിലോട്ട് മാറ്റണം. അപ്പോൾ ഞാനിപ്പോൾ ഫ്രീസറിലോട്ട് മാറ്റിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇപ്പോൾ കാണുന്നത്. അതായത് ഒരു 5 മിനിറ്റ് നമ്മൾ ഫുള്ളായിട്ട് ജസ്റ്റ് ഒന്ന് കവർ ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് ഫ്രീസറിൽ വെക്കുക. അപ്പോഴത്തേക്ക് നമ്മൾ സൈഡിലൊക്കെ ആവുമല്ലോ, അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഹാപ്പി ബർത്ത്ഡേ എന്നൊന്ന് എഴുതി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് പൈപ്പിംഗ് ജെല്ലൊന്നും അല്ല, നമ്മൾ അരിപ്പൊടി വെച്ചിട്ടാണ്. പൈപ്പിംഗ് ജെൽ ചെയ്യുന്ന കോൺഫ്ലോർ വെച്ചിട്ടല്ല, ഞാനത് അരിപ്പൊടി വെച്ചിട്ട് തന്നെ ചെയ്ത ഒരു ജെല്ലാണ്. പക്ഷേ കറക്റ്റായിട്ട് തന്നെ കിട്ടി. പിന്നെ ഡെക്കറേഷനൊക്കെ ചെയ്യുന്നതൊക്കെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം. അപ്പോൾ വീട്ടിൽ തന്നെ വെക്കുന്നതാണെങ്കിൽ ഒരുപാട് ഡെക്കറേഷൻസിൻ്റെ ആവശ്യമൊന്നുമില്ല. വളരെ പെട്ടെന്ന് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ തന്നെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ കേക്കിൻ്റെ താഴ്ഭാഗത്തായിട്ട് കുറച്ച് സ്പ്രിങ്കിൾസ് വെച്ചും കൂടെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. അതൊക്കെ വേണമെങ്കിൽ മാത്രം, എൻ്റെ കയ്യിൽ ഉള്ളതുകൊണ്ട് ഞാൻ ചെയ്തേ ഉള്ളൂ. പിന്നെ ഇന്നും നമുക്ക് ഒരുപാട് പേർക്ക് ഹായ് പറയാനുണ്ട്. അപ്പോൾ എല്ലാവരുടെ പേരും ഞാൻ ഈ സൈഡിൽ മെൻഷൻ ചെയ്യാം. അപ്പോൾ ഹായ് പറയാൻ പറഞ്ഞവർക്കെല്ലാം ഒരു സ്പെഷ്യൽ ഹായ്. അപ്പോൾ ഈ ഒരു റെസിപ്പിയും തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടും. അത്രയ്ക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള, നല്ല ടേസ്റ്റി ആയിട്ടുള്ള, വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു കേക്കാണ്. അപ്പോൾ ഇതുപോലുള്ള ഈസി റെസിപ്പീസ് കാണാനായിട്ട് നമ്മുടെ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. സ്റ്റേ അറ്റ് ഹോം, സ്റ്റേ ഹെൽത്തി. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഇൻ അനദർ വീഡിയോ. അസ്സലാമു അലൈക്കും. Assalamualaikum. Assalamualaikum.